നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ആദ്യ ഇന്റലിജന്റ് ഓർഗാനിക് ഡൈജസ്റ്റർ വിത്ത് സോളാർ എയർ ഹീറ്റിംഗ് പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കുരിയച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് വയോജന ക്യാമ്പ് പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി നിരവധി നേന്ത്രവാഴകൾ നശിപ്പിച്ചു. ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത്. ദേശീയപാത ഗതാഗതക്കുരുക്കിന്റെ പേരിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഇടതുപക്ഷ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ ആവശ്യപ്പെട്ടു. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി അധ്യാപക സംഘടനാ രൂപീകരണ യോഗം വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. 135 കോടി രൂപയുടെ RDSS പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും സംസ്ഥാനത്തെ ആദ്യ ഇന്റലിജന്റ് ഓർഗാനിക് ഡൈജസ്റ്റർ വിത്ത് സോളാർ എയർ ഹീറ്റിംഗ് പ്ലാന്റിന്റെ സമർപ്പണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മാലിന്യ സംസ്കരണത്തെ ഇൻഡോർ സിറ്റിക്കൊപ്പം എത്താൻ ശ്രമിക്കുകയാണ്. 2025 GFC 5 സ്റ്റാർ റേറ്റിംഗ് മത്സരത്തിൽ കേരളത്തിൽ നിന്നും അംഗീകാരം ലഭിച്ചത് തൃശൂർ കോർപ്പറേഷനാണ്. ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് ദുർഗന്ധമില്ലാതെ മാലിന്യം സംസ്കരിക്കാൻ ഇന്റലിജന്റ് ഓർഗാനിക് ഡൈജസ്റ്റർ വിത്ത് സോളാർ എയർ ഹീറ്റിംഗ് പ്ലാന്റിന്റെ നിർമ്മാണം 3 കോടി രൂപ ചിലവഴിച്ച് കുരിയച്ചിറയിൽ പൂർത്തീകരിച്ചതിന്റെ സമർപ്പണവും കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന് പുത്തൻ ഉണർവായി 135 കോടി രൂപയുടെ RDSS പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. MK വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കൌൺസിലർമാരായ ഷീബ ബാബു, രാജശ്രീ ഗോപൻ, കോർപ്പറേഷൻ സെക്രട്ടറി ഷിബു VP, അസിസ്റ്റന്റ് സെക്രട്ടറി NK കൃഷ്ണകുമാർ, കോർപ്പറേഷൻ എഞ്ചിനീയർ ശ്രീലത PR, ക്ലീൻ സിറ്റി മാനേജർ അജിത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നീണ്ടൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. തൃശൂർ കോർപ്പറേഷന്റെ 135 കോടി രൂപ മുതൽ മുടക്കിയിട്ടുള്ള RDSS പദ്ധതിയുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. പദ്ധതിയെക്കുറിച്ചൊക്കെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞു കഴിഞ്ഞു. ഞാനും മന്ത്രിയായ ശേഷം ഒരു ഘട്ടത്തിലാണ് അറിയുന്നത് തൃശൂർ കോർപ്പറേഷന് സ്വന്തമായി വൈദ്യുതി വിതരണ വിഭാഗമുണ്ട്. ആദ്യം അത് അവിശ്വസനീയമായിട്ട് തോന്നി. പക്ഷെ പിന്നീടാണത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായത്. ഇപ്പോ തൃശൂർ കോർപ്പറേഷൻ 10 മെഗാവാട്ട് വൈദ്യുതി സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വളരെ അഭിനന്ദനാർഹവും മാതൃകാപരവുമായ നേട്ടമാണ്. കാരണം അതിനർത്ഥം 10 മെഗാവാട്ട് ക്ലീൻ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു, ഗ്രീൻ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. സോളറാണ് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള, ഗ്രീൻ ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള വൈദ്യുതി എന്ന് പറയുന്നത് സോളറാണ്. ഇപ്പോ ഈ RDSS വഴി അണ്ടർഗ്രൗണ്ട് കേബിളുകളിലൂടെ വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതി കോർപ്പറേഷൻ നേടിയെടുത്തിരിക്കുകയാണ്. വലിയ ഒരു വൻകിട പദ്ധതിയാണ് കോർപ്പറേഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ മാതൃകാപരമായിട്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്ന കോർപ്പറേഷനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷനുകൾ ആകിയെടുത്താൽ ഏറ്റവും കൂടുതൽ പരിപാടിക്ക് പോയിട്ടുള്ളത് തൃശൂർ കോർപ്പറേഷനിലാണ്. കോർപ്പറേഷൻ ഒന്നല്ല, തദ്ദേശ സ്ഥാപനം തന്നെ എടുത്താൽ തദ്ദേശ മന്ത്രി ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം നടത്തിയ സ്ഥലം തൃശൂർ കോർപ്പറേഷനാണ്. അത് ആ റെക്കോർഡ് ഇനി വേറൊരു തദ്ദേശ സ്ഥാപനത്തിനും ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു.
അത്രമാത്രം കാര്യങ്ങൾ നിങ്ങളിവിടെ ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ചെയ്തു വരുന്നതുകൊണ്ടാണ്. മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞ ഓർഗാനിക് ഡൈജസ്റ്റർ മെഷീൻ. പ്രതിപക്ഷ നേതാവ് രാജൻ ചെപ്പല്ലൻ. കുരീച്ചിറയിൽ തൃശൂർ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന OWC പ്ലാന്റ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു. 1 വർഷമായി ബോംബെയിൽ നിന്ന് വാങ്ങിയിട്ട് ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞ മെഷീനാണ് സ്ഥാപിക്കുന്നതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിനെ മറച്ചുവെച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുരീച്ചിറ സെന്ററിൽ OWC പ്ലാന്റ് സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് കൌൺസിലിൽ കോൺഗ്രസ് കൌൺസിലർമാർ ആവശ്യപ്പെട്ടത്. വൈദ്യുതി കണക്ഷൻ പോലും ലഭിക്കാതെ ജനറേറ്ററിൽ പ്രവർത്തിപ്പിച്ച് പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. 1 മാസം ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് അവകാശപ്പെടുന്ന ടൺ കണക്കിന് വളം ഈ കോമ്പൗണ്ടിൽ കെട്ടിക്കിടന്ന് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കോടിക്കണക്കിന് രൂപ ചിലവ് ചെയ്ത് ബോംബെയിൽ നിന്ന് വാങ്ങിയ ഈ OWC പ്ലാന്റിന്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതുവരെ കാത്തുനിന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും രാജൻ ചെപ്പല്ലൻ പറഞ്ഞു. മാടക്കത്തറ പഞ്ചായത്ത് വയോജന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ BPL കുടുംബങ്ങളിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം 2 മാസങ്ങൾക്കുള്ളിൽ വോക്കർ, വീൽചെയർ, ശ്രവണ സഹായി എന്നീ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കല്ലേറ്റുംകര നിപ്മറിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി മെഡിക്കൽ പരിശോധന നടത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടം ഓഡിറ്റോറിയത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP പ്രശാന്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സാവിത്രി രാമചന്ദ്രൻ, വാർഡ് മെമ്പർ സുകന്യ ബൈജു എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ നിത്തു ത്യാഗരാജ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങൾ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ രഞ്ജിനി, അങ്കണവാടി അധ്യാപകർ, സഹായികൾ എന്നിവർ പങ്കെടുത്തു. രണ്ട് ക്ഷേത്ര സംഘടനകളുടെ ദ്വാരദിനം. ഇത് ചരിത്ര മുഹൂർത്തം. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഘടനകൾ ഔദ്യോഗികമായി രൂപം കൊണ്ടു. അധ്യാപക സംഘടനാ രൂപീകരണ യോഗം തൃശൂരിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദ് നിർവഹിച്ചു. അനധ്യാപക സംഘടന തിരുവനന്തപുരത്ത് നടക്കുന്ന ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഏതൊരു സമൂഹത്തിന്റെയും മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം സംഘടനാ ശക്തിയാണെന്നത് വീണ്ടും തെളിയിക്കുന്നു. ഈ കർമ്മദിനത്തിന്റെ മഹത്വം വെറുതെ ഒരു ഘടനാ രൂപീകരണത്തിൽ മാത്രമല്ല, വ്യക്തിഗതമല്ലാതെ ഒന്നായി സർവ്വജനഹിതം ലക്ഷ്യമാക്കി നീങ്ങുക എന്നതാണ്. തൃശൂരിലും തിരുവനന്തപുരത്തും മഹനീയമായ പരിപാടിയിൽ സാക്ഷികളായി സാന്നിധ്യം അറിയിച്ചവർക്ക് മനോഹരമായ അനുഭവമായിരുന്നു. ഒരേ ആത്മാവിൽ ഓരോ അംഗവും പ്രവർത്തനത്തിന്റെ ഭാഗമാകുമ്പോൾ ശക്തിയും പ്രഭയും ഉയരുമെന്ന് ആശംസകൾ അറിയിച്ച് കേരള കാർഷിക സർവകലാശാല ജനറൽ കൌൺസിലർ P. അനിത അഭിപ്രായപ്പെട്ടു. ഈ പുതിയ യൂണിറ്റിലൂടെ കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർക്ക് വേണ്ടി അവരുടെ അധികാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല, രാജ്യത്തിന്റെ നവനിർമ്മാണത്തിന് അധ്യാപകർ അർപ്പിക്കേണ്ട സമൂഹബോധത്തിനായും ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കേരള ഫാം വർക്കേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് സംസാരിച്ചു. സർവകലാശാല ABRSM യൂണിറ്റുമായി ചേർന്ന് ദിശയും ദീപവും ആയിത്തീരട്ടെയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ശങ്കരപിള്ള പറഞ്ഞു. അധ്യാപക സംഘടനയുടെ പ്രസിഡന്റായി ഡോക്ടർ സാനിസ് ജൂലിയറ്റിനെയും ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ CN ദിനേശിനെയും ട്രഷററായി ഡോക്ടർ രഘു രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു. സമാപന യോഗത്തിന് ഡോക്ടർ രഘു രവീന്ദ്രൻ നന്ദി അറിയിച്ചു. വേറൊരാൾ ചോദിച്ചു, കേരളത്തിൽ നിന്ന് 4% മാത്രമേ വിദേശങ്ങളിൽ പോകുന്നുള്ളൂ, പക്ഷെ എത്ര ശതമാനം പേര് കർണാടകയിലും തമിഴ്നാട്ടിലും ഹരിയാനയിലും പഞ്ചാബിലും ജമ്മു കാശ്മീരിലും പോകുന്നെന്ന് ചോദിച്ചപ്പോൾ ഉത്തരവുണ്ടായിരുന്നില്ല. അതിഭീകരമായിട്ടുള്ള ഒരു സംഖ്യയാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വിട്ടുപോകുന്നവർ. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു പറഞ്ഞു നിൽക്കാനേ സാധിക്കും. ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ പോലും വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെപ്പോഴും ഹരിയാനയെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഈ ഹരിയാന പോലും ഉയർന്നു വന്നിരിക്കുകയാണ്. നമ്മളെവിടെയാണ്? ആ ഒരു പഴയ സ്ഥാനം നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിക്കണം. ഭാരതത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ ABRSMന്റെ നേരത്തെ ശിവപ്രസാദ് സാർ പറഞ്ഞ പോലെ ഒരു പുതിയ ശാഖ ആരംഭിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുകയാണ്. സാധാരണ ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിൽ വരുന്ന പരിപാടികളിൽ ഞങ്ങൾ വളരെ കുറച്ച് പങ്കെടുക്കാറുള്ളൂ. എങ്കിലും എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ അധ്യാപകർ എന്നുള്ള വിഭാഗം ABRSM വിഭാവന ചെയ്ത പോലെ പ്രീ പ്രൈമറി മുതൽ
ഗവേഷണ തലം വരെയുള്ള അധ്യാപകർ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും നല്ലൊരു റിസൾട്ട് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കും. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന്റെ പേരിൽ പാലീക്കര ടോൾ പിരിവ് നിർത്തിവെക്കാൻ അധികാരമുള്ള ഇടതുപക്ഷം ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് DCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കരാർ നിർമ്മാണ പ്രവർത്തികളും സേഫ്റ്റി ഓഡിറ്റിലെ പരിഹാര നിർദ്ദേശ നിർമ്മാണവും നടത്താതെ ടോൾ നിരക്ക് ഉയർത്തരുതെന്നും പിരിവ് നിർത്തണമെന്നും ഹർജിയിൽ ഹൈക്കോടതി താൽക്കാലിക ഉത്തരവിട്ടു. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് തുടർന്നാൽ ടോൾ നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് ഉത്തരവ്. ഭരണകക്ഷികളായ CPM ടോൾ പ്ലാസ മാർച്ചും പ്രമേയവുമായി ഈ വിഷയത്തിൽ നിൽക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ജനങ്ങളോട് ഈ ആവശ്യങ്ങൾ വ്യക്തമാക്കണമെന്നും 10 വർഷമായി കോൺഗ്രസ് പാലീക്കര കരാർ കമ്പനിയുടെ ലംഘനത്തിനെതിരെ ശക്തമായ സമരത്തിലും നിയമ നടപടിയിലുമാണ്. ഹൈക്കോടതിയിൽ വരുന്ന കേസുകളിൽ മൗനം പാലിക്കുകയാണ് സർക്കാർ. ദേശീയപാത തകർന്ന് ഗതാഗതം താറുമാറായ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വരുമെന്ന് താൽക്കാലിക ഉത്തരവിട്ട കേസിൽ ജസ്റ്റിസുമായ മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവരടങ്ങിയ ബെഞ്ച് ജൂലൈ 16 കേസ് വീണ്ടും നീട്ടിവെച്ച സാഹചര്യത്തിൽ സർക്കാർ നിലപാട് ഇനിയും എടുക്കാൻ താമസിക്കരുതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തിവെക്കാൻ CPM ടോൾ പ്ലാസ മാർച്ചും CPI പ്രമേയം അവതരിപ്പിക്കുന്നത് നിർത്തി സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് ഈ കാര്യത്തിൽ നടത്തേണ്ടതെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നലെ നടന്ന CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട്. കഴിഞ്ഞ ദിവസം CPMന്റെയും LDFന്റെയും ടോൾ പ്ലാസ മാർച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഭരണകക്ഷിയായ അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPMഉം CPIയും എന്തിനാണ് ഇങ്ങനെ മാർച്ചും പ്രമേയവും ഒക്കെ ആയിട്ട് നടക്കുന്നത്? അവരുടെ സർക്കാരല്ലേ, അവരല്ലേ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ടത് ടോൾ പിരിവ് നിർത്തിവെക്കാൻ. പക്ഷെ ഈ സമയം വരെ സർക്കാർ അത് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ഞങ്ങൾ ഈ സമരത്തിലുണ്ട് എന്ന് കാണിക്കാനാണ് CPMഉം CPIയും ശ്രമിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും പണി പൂർത്തീകരിക്കാതെ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി പിന്നെ WPC 28/609/23 നമ്പർ ഹർജിയിൽ ബഹുമാന്യരായ ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖും ജോൺസൺ ജോൺ എന്നിവരടങ്ങിയ ബെഞ്ച് അതിൽ താൽക്കാലിക വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ ഉത്തരവിൽ പറയുന്നത് പണി ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ടോൾ നിർത്തിവെക്കേണ്ടി വരുന്നതാണ്. അതിന് അവർക്ക് ഒരാഴ്ച സമയം അഡീഷണൽ സോളിസിറ്റർ ജനറലിന്റെ ആവശ്യപ്രകാരം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും സർക്കാർ ഈ നിലപാട് തുടരാണ്. ഒരു കാര്യം പോലും പറഞ്ഞു നിൽക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് സമരത്തിലും നിയമ നടപടിയിലാണ്. ഇതുവരെ ഒരു കേസിലും ഒരു കൗണ്ടർ പോലും സർക്കാർ കൊടുത്തിട്ടില്ല. മാത്രമല്ല കമ്പനിയെ കരാർ ലംഘനത്തിന്റെ പേരിൽ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പിന്നെ അവരെ പുറത്താക്കാൻ, ടോൾ കരാറിൽ നിന്നും പുറത്താക്കാൻ NHI ആർബിട്രേഷൻ ട്രൈബ്യൂണലിൽ കൊടുത്ത കേസിൽ നിന്ന് അവരെ കക്ഷി ചെയ്തതിൽ നിന്ന് അവർ ഡൽഹി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ പോയി ആ കക്ഷി ചേർത്ത നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അത് തീർത്തും ദുരൂഹമാണ്. അപ്പോൾ കമ്പനിയെ സഹായിക്കുക എന്നുള്ളതാണ് CPMന്റെയും CPIയുടെയും ലക്ഷ്യം. അത് ജനങ്ങളുടെ മുന്നിൽ ഒരു പുകമുറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രമേയവും മാർച്ചും നടത്തുന്നത്. മിൽമ റീഫ്രഷ് വെജ് ആൻഡ് നോൺ വെജ് 14 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് രാമവർമ്മപുരം ഡയറി അങ്കണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനാകും. മിൽമ മിനി കാർട്ടിന്റെ താക്കോൽദാനം ചെയർമാൻ KS മണി നിർവഹിക്കും. മിൽമ ഭരണസമിതി അംഗങ്ങൾ, ക്ഷീരസംഘം പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ, ക്ഷീര കർഷകർ, ജീവനക്കാർ എന്നിവർ പങ്കെടുക്കും. മിൽമ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോർത്ത്, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കി നൽകും. വിശാലമായ പാർക്കിംഗ്, കുട്ടികൾക്ക് കളിസ്ഥലം എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ CN വത്സലൻപിള്ള, MD വിൽസൺ പുറവക്കാട്ട്, NR രാധാകൃഷ്ണൻ, ഷാജു വെളിയൻ, താര ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കോർപ്പറേഷൻ പരിധിയിലെ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. 2024-25 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം എന്ന പദ്ധതി വഴി 6 പേർക്ക് സൈഡ് വീലോടുകൂടിയ ഹോണ്ട ആക്ടിവ വാഹനം കൈമാറി. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടകുളത്തി, ശ്യാമള മുരളീധരൻ, CDPO എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു.
നികുതി ഉൾപ്പെടെ 1,17,000 രൂപ ഓൺ റോഡ് വരുന്ന ഹോണ്ട ആക്ടിവ സൈഡ് വീൽ ഘടിപ്പിച്ച വണ്ടി കൃത്യമായ രേഖകൾ ഹാജരാക്കിയ ഏവർക്കും നൽകി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരണ സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ മാധ്യമ പുരസ്കാര ജേതാക്കളെ ആദരിച്ചു. പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായിരുന്നു. വി മുരളി, ജോണി ചിറ്റിലപ്പള്ളി, ശിവപ്രസാദ് പട്ടാമ്പി, അരുൺദാസ്, സിറാജ് മാരാത്ത്, രാജശേഖരൻ കടമ്പാട്ട് എന്നിവർ പങ്കെടുത്തു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മെതിച്ചത് നിരവധി വാഴകൾ. മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം വീണ്ടും എത്തിയത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മെതിച്ച് നശിപ്പിച്ചത്. പകുതി മൂപ്പായതും കുല വെട്ടാറായതുമായ നിരവധി നേന്ത്രവാഴകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. 4 ദിവസം മുൻപും ഇതേ കൃഷിസ്ഥലത്ത് ആന ഇറങ്ങി വാഴകൾ നശിപ്പിച്ചിരുന്നു. കൃഷിസ്ഥലത്തേക്ക് ആനകൾ എത്താതിരിക്കാൻ പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്നാണ് കാട്ടാന കൃഷിയിടത്തിലെത്തുന്നത്. കുറച്ചു നാളുകളായി പ്രദേശത്ത് ആനശല്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രദേശത്ത് ഒരാഴ്ചക്കിടെ 2 തവണ കാട്ടാൻ ഇറങ്ങിയതോടെ പ്രദേശവാസികളും ഭീതിയിലാണ്. നിരവധി വാഴകളാണ് ഇനിയും ഈ പ്രദേശത്ത് ഉള്ളത്. സാർവദേശീയ സാഹിത്യോത്സവം 2025 സംഘാടക സമിതി രൂപവൽക്കരിച്ചു. കേരള സാഹിത്യ അക്കാദമി ഓഗസ്റ്റ് 17 മുതൽ 21 വരെ ILFK 2025ന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കളക്ടർ ചെയർപേഴ്സണും അക്കാദമി സെക്രട്ടറി ജനറൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിലിന്റെ അധ്യക്ഷതയിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ പങ്കാളിത്തം പരമാവധി വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. സംഘാടക സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, PV കൃഷ്ണൻ നായർ, KV അബ്ദുൾ ഖാദർ, സെക്രട്ടറി CP അബൂബക്കർ എന്നിവരും പങ്കെടുത്തു. ജനറൽ കൌൺസിൽ അംഗം വിജയരാജ മല്ലിക നന്ദി അറിയിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 251 പേർ സംഘാടക സമിതിയിൽ അംഗങ്ങളാണ്. സാഹിത്യ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തിരുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചു.
BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി. BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർമാരായ വിനോദ് പൊളാഞ്ചേരി, പ്രസാദ് AN, പൂർണിമ, നിജി, രാധിക എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിയ അനിൽ, നിമേഷ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീ കേരളോർമ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന യൂസ് ആൻഡ് ഡോണ്ട് ത്രോ, ബീറ്റ് പ്ലാസ്റ്റിക് എന്നീ പരിപാടി ജൂലൈ 14 രാവിലെ 9 മണിക്ക് ആരംഭിക്കുമെന്ന് അറിയിച്ചു. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. P. ബാലചന്ദ്രൻ MLA, കൌൺസിലർ സുകുമാരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. ക്യാമ്പസിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് ദ്രുതകർമ്മ സേനയ്ക്ക് കൈമാറുകയാണ് പ്രധാന ലക്ഷ്യം. ഒരു വർഷത്തിനുള്ളിൽ ക്യാമ്പസിലെ പ്ലാസ്റ്റിക് മുക്തമായി മാറ്റും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സത്യൻ, സെക്രട്ടറി മധുസൂദനൻ, KK ഗോപിനാഥ്, ശിവൻ, നാരായണസ്വാമി എന്നിവർ പങ്കെടുത്തു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫുൾ A+നൊപ്പം ജീവിതത്തിലും ഫുൾ A+ നേടാൻ വേണ്ട അറിവ് പകരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം നവീൻ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സൽമ സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രിൻസിപ്പൽ റിൻസ് P. സെബാസ്റ്റ്യൻ സ്വാഗതവും ബിൻസി തോമസ് നന്ദിയും അറിയിച്ചു. കുമാരി കൃഷ്ണവേണി, കുമാരി ആൻമരിയ മഞ്ഞളി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. അധ്യാപകരായ ഗ്രേസ് വർഗീസ്, ലക്ഷ്മി PB എന്നിവർ നേതൃത്വം നൽകി. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. മുക്കാട്ടുകരയിൽ ആലംബഹീനർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജും സംയുക്തമായി 6 റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും സഹകരണത്തോടെ ജൂലൈ 13 ഞായറാഴ്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രചരണത്തിനായുള്ള ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ട്രസ്റ്റ് അംഗങ്ങളും കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളുമായ ED ജോണി, മോഹൻദാസ് നെല്ലിപ്പറമ്പിൽ, MM രാമചന്ദ്രൻ, K. ജയകുമാർ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ദേവരാജൻ കോച്ചാട്ടിൽ, ചന്ദ്രൻ കോച്ചാട്ടിൽ, അരവിന്ദാക്ഷൻ, ഉഷ രവി, ഉഷ ഡേവിസ്, MK സ്മിത എന്നിവർ നേതൃത്വം നൽകി. കേസുകൾ അതിവേഗം പരിഹരിക്കാനുള്ള സമയം പദ്ധതിയിൽ പരിശീലനവുമായി തൃശൂർ സിറ്റി പോലീസ്. സിവിൽ കേസുകളും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളും അതിവേഗം പരിഹരിക്കാനുള്ള സമയം പദ്ധതിയിൽ സിറ്റി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. കോടതികളിലെ തിരക്കും കാലതാമസവും കുറയ്ക്കുക, സമയബന്ധിതമായി നീതി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. ജനങ്ങളിൽ വിശ്വാസം ഉറപ്പാക്കുന്ന സമയം പദ്ധതിയുടെ പരിശീലന പരിപാടി പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ വെള്ളിയാഴ്ച DCRB അസിസ്റ്റന്റ് കമ്മീഷണർ സജു ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സിറ്റി പോലീസ്, ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സബ് ഡിവിഷൻ ഓഫീസുകളിൽ നിന്നുമായി 50ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വീട്ടിൽ കയറി യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ഞെരുവശ്ശേരി പാലിശ്ശേരി സ്വദേശി ആഷിഖിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രദീപ്, SCPOമാരായ ആരിഫ്, അനീഷ്, CPOമാരായ രജിത്, അജിത് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജൂനിയർ റെഡ് ക്രോസ് റവന്യൂ ജില്ലാ കൌൺസിലേഴ്സ് മീറ്റ് തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോർഡിനേറ്റർ ട്വിൻസി AT സ്വാഗതം ആശംസിച്ചു. IRCS തൃശൂർ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ബിന്ദു പ്രവർത്തന കലണ്ടർ പ്രകാശനം ചെയ്തു. IRCS ജനറൽ സെക്രട്ടറി അജിതൻ പട്ടാട്ട്, മാള ഉപജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. ജില്ലയിലെ 200ഓളം JRC യൂണിറ്റുകളിൽ നിന്നുള്ള കൌൺസിലർമാർ സംബന്ധിച്ചു. JRC കോർഡിനേറ്റർമാരായ ദീപ ടീച്ചർ, ജിമ്മി ജെയിംസ്, പ്രവീൺ കുമാർ, ആശിഷ് ജോർജ്, ഉപജില്ലാ കോർഡിനേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി. വിലങ്ങന്നൂർ പൊടിപ്പാറ മണിമലത്തറപ്പിൽ ചാണ്ടി മകൻ അന്ത്രയോസ് എന്ന അപ്പച്ചൻ അന്തരിച്ചു. 77 വയസ്സ്.
സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പീച്ചി ലൂർദുമാത പള്ളി സെമിത്തേരിയിൽ. ഭാര്യ ബേരി, മക്കൾ സിബി, സജി, ബിജു, ഷേർലി, ബീന, സ്മിത എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ആദ്യ ഇന്റലിജന്റ് ഓർഗാനിക് ഡൈജസ്റ്റർ വിത്ത് സോളാർ എയർ ഹീറ്റിംഗ് പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് കുരിയച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് വയോജന ക്യാമ്പ് പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി നിരവധി നേന്ത്രവാഴകൾ നശിപ്പിച്ചു. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത്. ദേശീയപാത ഗതാഗതക്കുരുക്കിന്റെ പേരിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഇടതുപക്ഷ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ ആവശ്യപ്പെട്ടു. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി അധ്യാപക സംഘടനാ രൂപീകരണ യോഗം വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.